നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി കാണിക്കുക. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. അപ്പൊ പർച്ചേസ് ചെയ്തു, അതിനോടൊപ്പം ഐറ്റത്തിന്റെ വാല്യൂവിനൊപ്പം നമ്മൾ എന്ത് കൂടി കൊടുത്തു, അതിന്റെ ടാക്സും കൂടി കൊടുത്തു. ഇതിനെന്താണ് നമ്മള് സെയിൽ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യും. അപ്പൊ ആ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് ആണ് നമ്മൾ ഇതിന് രണ്ടിനും കൂടിയുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുക. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് ആ മാസം നമ്മൾ പേയ്മെന്റ്